Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്ന മറ്റൂർ പള്ളത്ത് ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് റോജിയം ജോൺ MLA. വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുമെന്നും അതുവരെ താമസിക്കാനുള്ള ഈ കുടുംബത്തിന് വാടക വീട് ഒരുക്കണമെന്നും MLA പറഞ്ഞു. വീട് തകർന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. അതുവരെ താമസിക്കാൻ ഈ കുടുംബത്തിന് വാടക വീട് ഒരുക്കുമെന്ന് MLA പറഞ്ഞു. വ്യാപകമായിട്ടുള്ള കാറ്റ് വീഴ്ചയിൽ നിരവധിയായിട്ടുള്ള അപകടങ്ങളും അതുപോലെ തന്നെ നഷ്ടങ്ങളും നിയോജകമണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ സാധാരണ നിലയിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ വീട് പുതിയ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ലൈഫ് പദ്ധതി വഴി അതിനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. അതുവരെ അവർക്ക് തൽക്കാലത്തേക്ക് മാറി താമസിക്കുവാനായിട്ടുള്ള ഒരു വാടക വീട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയൊരു വീട് ലഭിക്കുന്നത് വരെ, പുതിയൊരു വീട് നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ അവരെ വാടകയ്ക്ക് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിജു കല്ലുങ്ങൽ, ശാന്ത ചാക്കോ, അംഗങ്ങളായ അംബിക ബാലകൃഷ്ണൻ, ശാന്ത ബിനു, ഷിജ സെബാസ്റ്റ്യൻ, മറ്റു പൊതുപ്രവർത്തകർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ മഴയെ തുടർന്നാണ് മറ്റൊരു പള്ളത്ത് ബിജുവിൻ്റെ വീട് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു ലിസ്റ്റിലുണ്ട്. നമുക്ക് വീട് പണിത് നൽകാനാകും. അതുവരെ ഒരു വീട് നിർമ്മിക്കുന്നവരെ താൽക്കാലികമായിട്ട് ഇവരിവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനാണ് MLA നിർദ്ദേശം തന്നിട്ടുള്ളത്. അതുപ്രകാരം മറ്റേതെങ്കിലും ഒരു വാടക വീട് കണ്ടെത്തി ഇവരെ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിച്ചതിന് ശേഷം ഭവന പദ്ധതിയിലെ തുക മുടക്കി ബാക്കി പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൽ നിന്നൊക്കെ ശേഖരിച്ച് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കി കൊടുക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന് വാർഡ് മെമ്പറെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രദേശത്ത് പ്രകൃതി വളരെ നാശനഷ്ടങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നത്. നിരവധി മരങ്ങൾ കടപഴകി വീണു. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നുപോയി. അപ്പോൾ ഞാനിതറിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ തന്നെ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ വന്ന് അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ വാലുവേഷൻ എടുക്കേണ്ട താമസമാണുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പേരുള്ള കാരണം നമുക്ക് ആ പദ്ധതിയിൽപ്പെടുത്തി വീട് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ MLA ഇവിടെ വന്നത് സന്ദർശിച്ചായിരുന്നു. അപ്പോൾ MLA ഒരു വാടക വീട്ടിലേക്ക് അടിയന്തരമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. അതിനുവേണ്ടി വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി അവരെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതോടുകൂടി നമുക്ക് പെരയുടെ പണി ആരംഭിക്കാനും എത്രയും വേഗം പൂർത്തിയാക്കി കൊടുക്കാനാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തീരുമാനം. തൊട്ട് മുമ്പ് അപേക്ഷ സ്വീകരിക്കും. ജൂലൈയിലൊക്കെ ആകുമ്പോഴേക്കും അടുത്ത റൗണ്ട് അപേക്ഷ വയ്ക്കുമ്പോൾ എന്തെങ്കിലും അപേക്ഷ നമ്മുടെ ലിസ്റ്റ് ഏതാണ്ട് തീരാം. ഇത് മറ്റേ കഴിക്കൊള്ളടിച്ച് ചെയ്തിരിക്കുന്നതല്ലേ? ഈ മെയിൻ്റനൻസിൻ്റെ ഒരു 50,000 രൂപ നമ്മൾ അനുവദിച്ച് കൊടുത്തത്. എന്തായാലും ഈ പുതിയതിൽ അപേക്ഷ വയ്ക്കുക. നമുക്കിപ്പോൾ ഷീറ്റ് ചോർച്ച ഉണ്ടോ? അതെ അതെ, അയ്യോ മരം അത് മുറിച്ചാലുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.